ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. രണ്ട് കാർഡാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്സ്, ദ ഹെർമിറ്റ്, ഏസ് ഓഫ് വോൺസ്, 8 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം അവര് പോയി നിന്ന സ്ഥലത്ത് നിന്നും അവർക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടി അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് അവർ എവിടെയാണോ നിങ്ങളിൽ നിന്ന് പോയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അവിടെ നിന്നും വലിയൊരു വേദന വന്നതിന്റെ ഭാഗമായിട്ട് അവരിപ്പോ നിങ്ങളിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇതുവരെ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവർ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഹെർമിറ്റ് എനർജി ആണ്. അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. താൻ ചെയ്തത് തെറ്റാണ്. സ്നേഹിച്ച ആ ഒരു വ്യക്തി, അതായത് നിങ്ങളെ വേദനിപ്പിച്ച് പോയതിൽ ഇപ്പൊ ഇവർക്ക് ഒരുപാട് മാനസാന്തരം, കുറ്റബോധം, ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ ഓർത്തെടുത്തുകൊണ്ട് അതിൽ സ്വയം വേദനിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏസ് ഓഫ് വാൻസ് ആണ്. എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആലോചനയിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്.